കാലവർഷത്തിന്റെ മാറിമറിയുന്ന ഭാവങ്ങളും അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭവുമൊക്കെ കാരണം കേരളം അതീവ ഗുരുതരമായ മഴക്കെടുതിയിലൂടെയും പ്രളയഭീതിയിലൂടെയുമാണ് ഇന്നലെയും ഇന്നുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും കനിയാതിരുന്ന കാലവർഷം ഇപ്പോൾ യാതൊരുവിധ മുന്നറിയിപ്പുകളുമില്ലാതെ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ച് അതിതീവ്രമായി പെയ്തിറങ്ങിയിരിക്കുകയാണ്. നാടിനെ ആകെ ആശങ്കയിലാഴ്ത്തി നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. പ്രകൃതി ആകെ അസ്വാഭാവികമായ രീതിയിലാണ് പെരുമാറുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ ജനവാസ മേഖലകളിലൊന്നായ പത്തനംതിട്ടയിലെ റാന്നിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ദുരന്തം എത്രത്തോളം ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൾപ്പൊക്കത്തിലാണ് വെള്ളം പൊങ്ങിയത്. പുലർച്ചെ വരെ ഇടവിട്ട് പെയ്ത സാധാരണ മഴയാണെന്ന് കരുതിയാണ് പല ആളുകളും ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഉറക്കം എണീറ്റ് വരുമ്പോഴേക്കും വീടിൻ്റെ ഒന്നാമത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം. നിമിഷങ്ങൾക്കുള്ളിൽ വീടുകളും വഴികളുമെല്ലാം കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങുകയും ആളുകൾ ഒറ്റപ്പെടുകയും ചെയ്യുന്ന അതിദാരുണമായ സാഹചര്യം. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച പെരുമഴ വെറും 3 മണിക്കൂർ കൊണ്ടാണ് റാന്നിയെ ഒന്നടങ്കം വലിയ വെള്ളക്കെട്ടിലേക്ക് മാറ്റിയത്. അത് പ്രളയ സമാനമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് റാന്നിയിലാണ്. റാന്നിക്ക് സമീപമുള്ള വടശ്ശേരിക്കരയിലാണെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 24 മണിക്കൂറിൽ ഇവിടെ 339 മില്ലിമീറ്റർ എന്ന ഭീകരമായ തോതിലാണ് മഴ പെയ്തത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ലാഹയിലുള്ള കേന്ദ്രത്തിൽ 250 മില്ലിമീറ്ററാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കിയിലെ പീരിമേട്ടിൽ 210 മില്ലിമീറ്റർ, തൊടുപുഴയിൽ 200 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഈരാറ്റുപേട്ടയിലെ മൂലമറ്റത്തിന് സമീപമുള്ള അടൂർ മലയിലും വൻ ഉരുൾപൊട്ടലുണ്ടായി. പ്രകൃതിയുടെ വളരെ അപ്രതീക്ഷിതമായ രീതിയിലുള്ള പെരുമാറ്റം സത്യത്തിൽ റാന്നിയെയും പരിസര പ്രദേശങ്ങളെയും പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? സാധാരണഗതിയിൽ 1 മാസം കൊണ്ട് പെയ്ത് തീരേണ്ട മഴ 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രദേശത്ത് പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ സംഭവമാണ്. സാധാരണയായി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മഴയേക്കാൾ വിനാശകരമായി മാറുന്ന റാന്നിയെ മുക്കി പ്രതിഭാസത്തെ ഫ്ലാഷ് ഫ്ലഡ് അഥവാ മിന്നൽ പ്രളയം എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. അപൂർവമായ പല അന്തരീക്ഷ വ്യതിയാനങ്ങൾ ഒന്നിച്ചു വന്നെത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രളയങ്ങൾ ഉണ്ടാകുമത്രേ. തീരദേശ മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദപാതി അഥവാ ഓഫ് ഷോർ ട്രോഫ്, അതിനൊപ്പം തെക്കു പടിഞ്ഞാറൻ കാറ്റിൻ്റെ അമിതമായ ശക്തി, കൂടാതെ ഗുജറാത്ത് തീരത്ത് രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം, ഇതിലൊക്കെ ഉണ്ടായ മർദ്ദവ്യതിയാനം കേരളത്തിന് മുകളിൽ മേഘരൂപീകരണത്തിന് ഇടയാക്കി. ശാന്തസമുദ്രത്തിൽ ആഞ്ഞടിച്ച സൂപ്പർ ടൈഫൂൺ ഡോൾഫിൻ എന്ന ചുഴലിക്കാറ്റ് കൂടി ഇതിനോടൊപ്പം ചേർന്നതോടെ അതിതീവ്ര മഴ പെട്ടെന്ന് പെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രദേശത്ത് അസാധാരണമായ രീതിയിൽ മഴ പെയ്യുകയും ആ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ പ്രദേശം പെട്ടെന്ന് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഈ അവസ്ഥയെ മിന്നൽ പ്രളയം എന്ന് വിളിക്കും. പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വെള്ളം പെട്ടെന്നൊരു ചെറിയ വിസ്തൃതിയിൽ നിറയുമ്പോൾ പുഴകൾ കരകവിഞ്ഞ് പ്രളയജലം നാടാകെ പാഞ്ഞു കയറും. ഭൂപ്രകൃതിയിലെ മാറ്റങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ കാരണം ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ലാതെ വരികയും അത് കെട്ടിക്കിടക്കുകയും അത് പ്രളയം പോലുള്ള സമാനമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. മുന്നറിയിപ്പുകൾ നൽകാൻ പോലും സമയം തരാതെ എത്തുന്ന ഇത്തരം പ്രളയങ്ങൾ നേടാൻ എന്തായാലും ഇനി നമ്മൾ ജാഗ്രത പാലിക്കണം. കാരണം മാറി വരുന്ന അസാധാരണമായ സാഹചര്യമാണ്. പ്രകൃതി നമ്മൾ വിചാരിച്ചതുപോലെ ഋതുക്കൾ മാറി വരുന്ന രീതിയിലുമല്ല പെരുമാറുന്നത്. ഈ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലായിരിക്കണം ഇനിയുള്ള നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാലാവസ്ഥ പ്രഖ്യാപനങ്ങളും മുൻകരുതലും വേണമെന്നുള്ളതാണ് ഇന്നലെ മുതൽ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്.